18ാമത്തെ ചോദ്യം ജെനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമായിരുന്നു. ഒരല്പം ടഫായി കുട്ടികൾക്ക് തോന്നിയ ഒരു ചോദ്യമാണ്. വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായി ഉത്തരം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയാതെ പോയത്. അപ്പോൾ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. നിങ്ങളുടെ പുസ്തകത്തിലുള്ള അതേ ക്രോസ് തന്നെയാണ് തന്നേക്കുന്നത്. അതായത് ഒരു ടോൾ റൗണ്ട് സീഡഡ് പ്ലാന്റിനെ ഡ്വാർഫ് റിങ്കിൾഡ് സീഡഡ് പ്ലാന്റുമായി ക്രോസ് ചെയ്യുന്നു. നീളം കൂടിയ ഉരുണ്ട വിത്തുള്ള ഒരു ചെടിയെ നീളം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള ഒരു ചെടിയുമായി ക്രോസ് ചെയ്യുന്നു. മെൻഡലിൻ്റെ രണ്ടാമത് പരീക്ഷണമാണിത്. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ തലമുറയിൽ ഉണ്ടായ പയറുചെടികളെല്ലാം തന്നെ നീളം കൂടിയ ഉരുണ്ട വിത്തുള്ള പയറുചെടികളായിരുന്നു. ഇനി ഒന്നാം തലമുറയെ സെൽഫ് പോളിനേഷന് വിധേയമാക്കി, അതായത് സ്വപരാഗണത്തിന് വിധേയമാക്കി രണ്ടാം തലമുറ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാവുന്നതാണ്. രണ്ടാം തലമുറയിൽ 4 വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയ ചെടികൾ ഉണ്ടായി. അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ആ ക്രോസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ക്രോസ് എന്ന് പറയുന്നത് മെൻഡലിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഇനി ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ അലീൽസ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് റിലേറ്റഡ് ടു ദ ട്രൈറ്റ് ടോൾനെസ്. ഒന്നാം തലമുറയിൽ പൊക്ക കൂടുതൽ എന്ന ഗുണവുമായി ബന്ധപ്പെട്ട ജീനുകളുടെ അലീൽ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ട് എന്നാണ് മെൻഡൽ പറഞ്ഞത്. മെൻഡൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞ ആ സംഭവം ആണ് പിന്നീട് വന്ന ശാസ്ത്രജ്ഞർ ജീനുകൾ എന്ന് കണ്ടെത്തിയത്. അപ്പം നമുക്കറിയാം, ഈ ടോൾനെസ്സിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ 2 അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒന്നാം തലമുറയിൽ ഈ പൊക്ക കൂടുതലിനെ സൂചിപ്പിക്കുന്ന ടി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മാൾ ടിയുമാണ്. അപ്പൊ അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഒന്നാമത്തെ ഉത്തരം ഐഡന്റിഫൈ ദ അലീൽസ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് റിലേറ്റഡ് ടു ദ ട്രൈറ്റ് ടോൾനെസ്. അപ്പൊ ടോൾനെസ്സുമായി ബന്ധപ്പെട്ട ഒന്നാം തലമുറയിലെ ജീനിന്റെ അലീൽസ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ബി ചോദ്യം എന്ന് പറയുന്നത് വാട്ട് മേ ബി ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സ്. അതായത് ഈ ഒന്നാം തലമുറയെ സ്വപരാഗണത്തിന് വിധേയമാക്കിയ ശേഷം രണ്ടാം തലമുറ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏതെല്ലാം ഗുണങ്ങളോട് കൂടിയ സസ്യങ്ങൾ ഉണ്ടാകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടാകും. അതിൽ 2 എണ്ണം നമ്മളെടുത്ത പേരന്റൽ പ്ലാന്റ്സ് തന്നെയാണ്. മറ്റ് 2 എണ്ണം പുതുതായി ഉണ്ടാകുന്നതാണ്. അതായത് നമ്മളെടുത്ത പേരന്റൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടോൾ റൗണ്ട്, പൊക്കം കൂടിയ ഉരുണ്ട വിത്തോട് കൂടിയത്. ഡ്വാർഫ് റിങ്കിൾഡ്, അതായത് പൊക്കം കുറഞ്ഞ ചുളുങ്ങിയ വിത്തോട് കൂടിയത്. ഇനി പുതുതായിട്ടുണ്ടാകുന്ന 2 ചെടികൾ എന്ന് പറയുന്നത് ടോൾ റിങ്കിൾഡ്, പൊക്കം കൂടിയ ചുളുങ്ങിയ വിത്തുള്ളവ. ഡ്വാർഫ് റൗണ്ട്, പൊക്കം കുറഞ്ഞ ഉരുണ്ട വിത്തുള്ളവ. ഈ 2 പയറുചെടികൾ ഈ ക്രോസിൽ പുതിയതായിട്ടുണ്ടായ 2 ഇനം പയറുചെടികൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വൈ ഡു ദ ക്യാരക്ടേഴ്സ് വിച്ച് ആർ നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ പേരൻസ് അപ്പിയർ ഇൻ ഓസ്പ്രിങ്സ്. അതായത് ഈ മാതൃസസ്യങ്ങളിൽ ഇല്ലാതിരുന്ന 2 പുതിയ ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ ഉണ്ടായി. അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നാണ് ചോദ്യം. അത് അല്പം നമ്മൾ ഈ കാര്യം ഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അതിന് ഉത്തരം ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മെൻഡലിൻ്റെ ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിത് വിശദീകരിക്കുന്നത്. ആ നിയമത്തിൻ്റെ പേരൊന്നും നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല, എന്നാലും ഒന്ന് അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്ന ലോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വിശദീകരിക്കേണ്ടത്. അതായത് ഇതാണ് സംഭവം. ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ അലീൽസ് ഒരുമിച്ച്
എപ്പോഴും ചേർന്ന് നിൽക്കാതെ അത് പരസ്പരം വേർപിരിഞ്ഞ് സ്വതന്ത്രമായി രണ്ട് ലിംഗകോശങ്ങളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും, ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വേർപിരിഞ്ഞ് രണ്ട് ഗമീറ്റ്സിലേക്ക് പോകും. അതുപോലെ തന്നെ വിത്തിന്റെ ആകൃതിയെ സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഈ രണ്ട് ജീൻസും പരസ്പരം ഒരുമിച്ച് നിൽക്കാതെ ഗമീറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് വേർപിരിഞ്ഞിട്ട് രണ്ട് ലിംഗകോശങ്ങളിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകും. അപ്പം ഇങ്ങനെ അലീൽസ് വേർപിരിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്നത് കൊണ്ടാണ് രണ്ടാം തലമുറയിൽ വ്യത്യസ്ത മാതൃപിതൃ സ്വഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയ രണ്ട് സസ്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം: ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ദ അലീൽസ് ഓഫ് ഈച്ച് ക്യാരക്ടർ ഗോസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗാമീറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് സ്വതന്ത്രമായി രണ്ട് ലിംഗകോശങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഈ സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ സി ക്വസ്റ്റിൻ്റെ ആൻസറായി എഴുതേണ്ടത്. ഓക്കെ, 16ാമത്തെ ചോദ്യം ഇതായിരുന്നു: റീഅറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇൻ ദ കറക്റ്റ് ഓർഡർ. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ ഇൻസുലിൻ ബാക്ടീരിയകളെ കൊണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതിൻ്റെ ഘട്ടങ്ങളാണ് തന്നിരിക്കുന്നത്. ഒരു 6 സ്റ്റേജസ് തന്നിട്ടുണ്ട്. ആ 6 സ്റ്റേജസ് കറക്റ്റ് ഓർഡറിലല്ല ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. നിങ്ങൾ അതിനെ കറക്റ്റ് ഓർഡറിലാക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം ആദ്യം എഴുതുക, രണ്ടാമത് സംഭവിക്കുന്ന രണ്ടാമത് എഴുതുക, അങ്ങനെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിലെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഇതിൽ ഒന്നാമത് നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് കട്ടിംഗ് ഓഫ് ഇൻസുലിൻ ജീൻ ഫ്രം ഹ്യൂമൻ DNA. അതായത് മനുഷ്യന്റെ DNA-യിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീനുണ്ട്. ആ ജീനിന്റെ സ്ഥാനം കണ്ടെത്തി ആ ജീനിനെ മുറിച്ചു മാറ്റുന്നു. അതാണ് ഒന്നാമത് എഴുതേണ്ടത്. രണ്ടാമത് എഴുതേണ്ടത് ഐസൊലേഷൻ ഓഫ് പ്ലാസ്മിഡ് ഫ്രം ബാക്ടീരിയം. അതായത് ബാക്ടീരിയയിൽ നിന്ന് അതിൻ്റെ ജനിതക സംവിധാനത്തിൻ്റെ ഭാഗമായ പ്ലാസ്മിഡ് പുറത്തേക്ക് എടുക്കുന്നു, ബാക്ടീരിയ കോശത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഇനി മൂന്നാമത് എഴുതേണ്ടത് ജോയിനിങ് ഇൻസുലിൻ ജീൻ വിത്ത് പ്ലാസ്മിഡ്. നമ്മുടെ ഹ്യൂമൻ DNA-യിൽ നിന്ന് മുറിച്ചെടുത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആ ജീനിനെ ബാക്ടീരിയയുടെ ഈ പ്ലാസ്മിഡുമായി കൂട്ടിച്ചേർക്കുന്നു. ഇനി നാലാമത് നിങ്ങൾ എഴുതേണ്ടത് പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ബാക്ടീരിയൽ സെൽ. അതായത് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യനിൽ നിന്ന് മുറിച്ചെടുത്ത ആ ജീൻ ബാക്ടീരിയയുടെ പ്ലാസ്മിഡിനോടൊപ്പം കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡിനെ തിരികെ ബാക്ടീരിയ കോശത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ഇനി അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ഇനാക്റ്റീവ് ഇൻസുലിൻ. അതായത് ബാക്ടീരിയ പെരുകാനുള്ള അവസരം കൊടുക്കുന്നു. അതിനുശേഷം ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഇനാക്റ്റീവായിട്ടുള്ള, അതായത് ആക്റ്റീവ് അല്ലാത്ത ഇൻസുലിൻ ആദ്യം ഉൽപ്പാദിപ്പിക്കും. അതിനെ നമുക്ക് ലബോറട്ടറിയിൽ പിന്നീട് ആക്റ്റീവ് ഇൻസുലിനാക്കി മാറ്റാനായിട്ട് കഴിയും. അതാണ് ലാസ്റ്റ് സ്റ്റേജ്, ആക്റ്റീവ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് ഇങ്ങനെ കൃത്യമായി നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഓർത്തിരിക്കണം. അപ്പം ആ പ്രോസസ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇത് നമുക്ക് ഓർഡറിലാക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് എന്താണ്, രണ്ടാമത് ചെയ്യുന്നത് എന്താണ്, മൂന്നാമത് ചെയ്യുന്നത് എന്താണ് എന്നിങ്ങനെ നമ്മളൊരു കറക്റ്റ് ഓർഡറായിട്ട് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ചിത്രം ഇതാണ്. ഈ ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ള ചിത്രമാണ്. ഇത് നമ്മുടെ ഇന്റേണൽ ഇയർ, ആന്തരകർണത്തിന്റെ ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആന്തരകർണത്തിന്റെ ചിത്രമാണ് തന്നേക്കുന്നത്. അതിനകത്ത് ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2
1, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിയുക. നോക്കിയേ, ഈ ചിത്രത്തിൽ 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇതാണ്. ഇത് നോക്കിയേ, ഇത് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നാഡിയാണ്, ഒരു നെർവാണ്. ഈ നെർവിന്റെ പേര് വെസ്റ്റിബുലാർ നെർവ് എന്നാണ്. വെസ്റ്റിബുലാർ നെർവ്. ഇത് സെറിബല്ലത്തിലേക്കാണ് ആവേഗങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നത്. ഇനി 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയേ, അതും ഒരു നെർവാണ്. അത് ഇവിടെ ഈ ഒച്ചിന്റെ തോട് പോലെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഭാഗം, ഇതാണ് കോക്ലിയ എന്ന് പറയുന്ന ഭാഗം. ഈ കോക്ലിയയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡിയാണ്. ഇതിന്റെ പേര് ഓഡിറ്ററി നെർവ് എന്നാണ്. അപ്പൊ ചെവിയിൽ നിന്നും 2 നാഡികൾ തലച്ചോറിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് വെസ്റ്റിബുലാർ നെർവും മറ്റൊന്ന് ഓഡിറ്ററി നെർവും. അപ്പോൾ 1 എന്നുള്ളത് നിങ്ങൾ വെസ്റ്റിബുലാർ നെർവ് എന്നും 2 ഓഡിറ്ററി നെർവ് എന്നും ആണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡു 3 and 4 ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ബോഡി? 3, 4 എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളുടെ പേരല്ല ചോദിച്ചേക്കുന്നത്. ആ ഭാഗങ്ങൾ എങ്ങനെ ശരീരത്തിന്റെ തുലനാവസ്ഥ പാലിക്കുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പം ഈ ഭാഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 എന്ന് പറയുന്ന ഭാഗം വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ്, ഒരു അറയാണ്. 4 എന്ന് പറയുന്ന ഭാഗം സെമി സർക്കുലാർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയുന്ന ഭാഗമാണ്. 3 അർദ്ധവൃത്താകാര കുഴലുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഭാഗവും സെമി സർക്കുലാർ കനാൽസ് എന്ന് പറയുന്ന ഭാഗവും, ഈ 2 ഭാഗങ്ങൾ ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. കോക്ലിയ എന്ന് പറയുന്ന ഭാഗം മാത്രമേ കേൾവിയുമായി ബന്ധമുള്ളൂ. അപ്പോൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഭാഗത്തും സെമി സർക്കുലാർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയുന്ന ഭാഗത്തും പ്രത്യേകതരം രോമകോശങ്ങൾ അല്ലെങ്കിൽ ഹെയർ സെൽസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഉള്ളിൽ എൻഡോലിംഫ് എന്ന് പറയുന്ന ഒരു ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ തലയുടെ ചലനം, തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുമ്പോൾ ഈ ആന്തരകർണത്തിലെ ദ്രാവകത്തിലും ഒരു ചലനം ഉണ്ടാകും. ആ ചലനം ഈ ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങളെ ഉദ്ദീപിപ്പിക്കും. ആ ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് വെസ്റ്റിബുലാർ നെർവ് നമ്മുടെ തലച്ചോറിലെ സെറിബല്ലം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വഹിച്ചുകൊണ്ട് പോകും. അങ്ങനെ സെറിബല്ലത്തിലേക്ക് ഈ ആവേഗങ്ങൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ തുലന നില പാലിക്കപ്പെടുന്നത്. അപ്പോൾ കൃത്യമായും ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്നത്, ശരീരത്തിന്റെ തുലനില പാലിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന 2 ഭാഗങ്ങളാണ് വെസ്റ്റിബ്യൂളും സെമി സർക്കുലാർ കനാൽസും. ഓക്കെ. നമുക്ക് മോഡൽ പരീക്ഷയുടെ 19ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അത് ഒരു ചിത്രം തന്നിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിരുന്നു ചോദ്യം. ചിത്രം ഇതായിരുന്നു. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ചിത്രമാണ്. ഇതിൻ്റെ മുകളിലൊരു ഗ്രന്ഥിയുണ്ട്, അതായത് വൃക്കയാണെന്നറിയാം. ഇതിൻ്റെ മുകളിലൊരു ഗ്രന്ഥിയുണ്ട്. അപ്പോൾ അതായിരുന്നു ചിത്രം. അതിലെ എ ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഗ്ലാൻഡ് ഇൻഡിക്കേറ്റഡ് ആസ് 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് തിരിച്ചറിയുക. അതായത് വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി, അത് നമുക്കറിയാം. അതിൻ്റെ പേര് അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്രന്ഥി എന്നാണ്. ഇനി അതിൻ്റെ ബി ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് ടു ഓവർകം എമർജൻസി സിറ്റുവേഷൻസ്. അതായത് അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ ഈ അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ മെഡുല്ല എന്ന് പറയുന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ആ ഹോർമോണുകളുടെ പേര് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ
മറ്റൊരു പേരെന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നുള്ളതാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു ദീസ് ഹോർമോൺസ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. ഈ ഹോർമോണുകൾ നാഡീവ്യവസ്ഥയെയും അന്തസ്രാവി വ്യവസ്ഥയെയും എങ്ങനെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു? അപ്പം നമുക്കറിയാം, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, നമ്മളൊരു അടിയന്തര സാഹചര്യത്തെ നേരിടുമ്പോൾ നമ്മളുടെ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഒരു ഭാഗമായ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകും. അപ്പോൾ അങ്ങനെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പ്രവർത്തന സജ്ജമാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും. അത് പുസ്തകത്തിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒരെണ്ണമാണ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ് എന്നൊരു പോയിന്റ് പറയുന്നുണ്ട്. അതായത് ഹോർമോണുകളുടെ ഉൽപാദനം കൂടുന്നു. അത് ആ ഹോർമോണുകളുടെ ഉൽപാദനം കൂടുന്നു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഈ എമർജൻസി ഹോർമോണിന്റെ ഉൽപാദനമാണ് കൂടുന്നത്. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥ എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ നമ്മുടെ ശരീരത്തിൽ തുടങ്ങി വെച്ചത്, ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ തുടങ്ങി വെച്ചത്, ആ പ്രവർത്തനങ്ങളെ കുറേ സമയം കൂടി നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈ രണ്ട് ഹോർമോണുകൾ ചേർന്നാണ്. അപ്പോ നാഡീവ്യവസ്ഥ തുടങ്ങി വയ്ക്കുന്നു, അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമായ ഈ ഹോർമോണുകൾ ആ പ്രവർത്തനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതായിരുന്നു, അനലൈസ് ദ ഇല്യൂസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന ചിത്രീകരണം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിന് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അപ്പോൾ ചിത്രീകരണം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതൊന്ന് വായിക്കുക നിങ്ങൾ. അപ്പോൾ ആന്ത്രോപോയിഡെ നമുക്കറിയാം, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ വരുന്ന ഒരു പൊതുവായ ഗ്രൂപ്പാണ് ആന്ത്രോപോയിഡെ എന്ന് പറയുന്നത്. അതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല, ബ്ലാങ്ക് ഇട്ടേക്കുകയാണ്, അത് നിങ്ങൾ പൂരിപ്പിക്കാനാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ഹൊമിനോയിഡെ എന്നാണ്. അപ്പോൾ ഈ ആന്ത്രോപോയിഡെ രണ്ടായി തിരിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന് എഴുതണം. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ വാക്ക് മറന്നു പോകാനൊക്കെ സാധ്യതയുള്ളൊരു വാക്കാണ്, നന്നായിട്ട് ഓർത്തിരിക്കുക. സർക്കോപിത്തിക്കോയിഡെ എന്നാണ് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര്, സർക്കോപിത്തിക്കോയിഡെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് 1 and 2? ഒന്നാമത്തെ ഗ്രൂപ്പിനും രണ്ടാമത്തെ ഗ്രൂപ്പിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതായത് സർക്കോപിത്തിക്കോയിഡെ, ഹൊമിനോയിഡെ ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് പുസ്തകത്തിലുള്ള അതേ കാര്യം തന്നെ എഴുതിയാൽ മതി. സർക്കോപിത്തിക്കോയിഡെ ഗ്രൂപ്പിൽ വരുന്ന ജീവികൾക്ക് വളരെ ചെറിയ മസ്തിഷ്കമാണുള്ളത്, അതായത് സ്മോൾ ബ്രെയിൻ. ഇനി അത് കൂടാതെ ലോങ് ടെയിൽ, നീളമുള്ള വാലും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കുരങ്ങുകളൊക്കെ വരുന്ന വിഭാഗമാണ് ഈ സർക്കോപിത്തിക്കോയിഡെ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹൊമിനോയിഡെ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത നമ്മൾ ചിന്തിക്കണം. മനുഷ്യൻ വരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ബ്രെയിൻ, വളരെയധികം വികാസം സംഭവിച്ച മസ്തിഷ്കം. അതോടൊപ്പം തന്നെ ഫ്രീലി മൂവബിൾ ഹാൻഡ്സ്, അതായത് സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകൾ. അതായത് രണ്ട് കാലിൽ എഴുന്നേറ്റ് നടന്നുകൊണ്ട് നമുക്ക് കൈകൾ സ്വതന്ത്രമായി പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതാണ് ഫ്രീലി മൂവബിൾ ഹാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം.
ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് എവിഡൻസ് ഡസ് മോളിക്കുലാർ ബയോളജി പ്രൊവൈഡ് ദാറ്റ് ദ ചിമ്പാൻസി ഈസ് ദ ക്ലോസസ്റ്റ് ക്രീച്ചർ ടു ഹ്യൂമൻസ് ഇൻ ഇവല്യൂഷണറി ഗ്രൗണ്ട്സ്. അതായത് പരിണാമം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിയാണ് ചിമ്പാൻസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിമ്പാൻസികൾ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവികളാണ് എന്ന് മോളിക്കുലാർ ബയോളജി അല്ലെങ്കിൽ തന്മാത്രാ ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? ഇപ്പോൾ ഒരല്പം തന്മാത്രാ ജീവശാസ്ത്രത്തിന് നൽകുന്ന തെളിവ് തന്നെ ഗ്രഹിക്കാൻ ഒരല്പം പ്രയാസമുള്ള ഒരു ഭാഗമാണ്. അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ തന്നിരിക്കുന്നത് മനുഷ്യനിലും മറ്റ് ചില ജീവികളിലും കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ്റെ തന്മാത്രാ ലെവലിലുള്ള വ്യത്യാസങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. അതായത് ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനാണ്. മനുഷ്യനിലെ ഹീമോഗ്ലോബിനും ഈ ചിമ്പാൻസിയിലെ ഹീമോഗ്ലോബിനും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ചെയിനുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് അമിനോ ആസിഡുകളുടെ രണ്ട് ചെയിനുകൾ കാണാൻ കഴിയും. ഒന്നാമത്തെ ചെയിനിന് നമ്മൾ ആൽഫ ചെയിൻ എന്നും രണ്ടാമത്തെ ചെയിന് ബീറ്റ ചെയിൻ എന്നും പേര് കൊടുത്തിരിക്കുന്നു. ഇതിൽ മനുഷ്യനിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണവും മറ്റു ചില ജീവികളിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡുകൾ തമ്മിൽ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് പരിണാമവുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിയാണ് ചിമ്പാൻസി. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ഗൊറില്ലയാണ്. ഈ മനുഷ്യനും ഗൊറില്ലയും തമ്മിൽ ഈ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡുകൾ തമ്മിൽ ഒരു അമിനോ ആസിഡിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗൊറില്ലകൾ കുറച്ചുകൂടി പുറകിലാണ്, മനുഷ്യന്റെ പുറകിലാണ് നിൽക്കുന്നത്. അതായത് എവല്യൂഷന്റെ ബേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചിമ്പാൻസിയാണ്. കാര്യം ഈ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ 21ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Analyze the statements given below and answer the questions. When pathogens enter body temperature rises. It is a defense mechanism of the body. ചോദ്യം A. What is the normal temperature of human body? അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വിലയിരുത്തിയിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക എന്നാണ്. പ്രസ്താവന ഇതാണ്: രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താപനില ഉയരുന്നു. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പനി. ഇറ്റ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. അത് ശരീരത്തിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, മറ്റു ചില രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ശരീര താപനില ഉയരുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ എത്രയാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സെൽഷ്യസ് സ്കെയിലിൽ പറയുമ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഡസ് ബോഡി ടെമ്പറേച്ചർ റൈസ് വെൻ പതോജൻ എൻറ്റർ ദ ബോഡി? രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ താപനില ഉയരുന്നത്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ചില ടോക്സിൻസ് അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും.
അങ്ങനെ ഈ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ WBC കോശങ്ങൾ പ്രവർത്തന സജ്ജമാകും. ഒരു രോഗാണു നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവ് ആകും. അതിൻ്റെ ഭാഗമായി WBC കോശങ്ങൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളും പ്രവർത്തന സജ്ജമാകും. അവ ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരും. അപ്പോൾ ഇതാണ് ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി സി എന്ന് പറയുന്നത് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ ഈസ് കൺസിഡർഡ് ആസ് എ ഡിഫൻസ് മെക്കാനിസം. വൈ? ശരീര താപനില ഉയരുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പറയാൻ കാരണം ശരീര താപനില സാധാരണ ലെവലിൽ നിന്നും ഉയരുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച രോഗാണുക്കളുടെ പെരുകുന്ന റേറ്റ് അല്ലെങ്കിൽ അവ വർദ്ധിച്ചു പെരുകുന്ന നിരക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പം നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും ഒക്കെ വളരെ വേഗം പെരുകി വർദ്ധിക്കാവുന്ന ഒരു ടെമ്പറേച്ചറാണ്. ഏറ്റവും അനുയോജ്യമായ ടെമ്പറേച്ചറാണ്. രോഗാണുക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ കുറച്ചുയരുമ്പോൾ സ്വാഭാവികമായും ഈ രോഗാണുക്കൾ പെരുകുന്ന വേഗത കുറയും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ താപനില ഉയരുമ്പോൾ മരുന്നും മറ്റും കഴിച്ച് അതിനെ കുറയ്ക്കുന്നത്? നമ്മൾ പ്രത്യക്ഷത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു നല്ല കാര്യമല്ലേ, കാര്യം രോഗാണുക്കൾ പെരുകുന്നത് നിരക്ക് കുറയുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ താപനില ഉയരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കും. പ്രത്യേകിച്ചും മസ്തിഷ്കം പോലെയുള്ള അവയവങ്ങളെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ താപനില ഉയരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിസിൻ കഴിക്കുകയും അത് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 22ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇതാണ് ചിത്രം. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ ഒരു ചിത്രമാണ്. പക്ഷേ നമ്മൾ അത്ര പ്രതീക്ഷിച്ചതല്ല. ഈ ചിത്രം തന്നിട്ട് ആ ചിത്രം തിരിച്ചറിയാനും കോശങ്ങൾ തിരിച്ചറിയാനും മറ്റും ചോദിക്കുമെന്ന് അത്ര പ്രതീക്ഷിച്ച ഒരു ചോദ്യമല്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ കോശങ്ങൾ തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചിത്രം നമ്മൾ നോക്കുമ്പോൾ 2 തരം കോശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനു മുമ്പ് എന്തിൻ്റെ ചിത്രമാണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന പ്രത്യേകതരം കോശ സമൂഹങ്ങളാണ് ആ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അതിൽ 2 വ്യത്യസ്ത തരം കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഐഡന്റിഫൈ ദ സെൽസ് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. 1 എന്നും 2 എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന കോശങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചിത്രം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ വളരെ കൂടുതലായി കാണുന്ന കോശം എന്ന് പറയുന്നത് ബീറ്റ സെൽസ് ആണ്. അതിനിടയ്ക്ക് ഈ കറുത്ത നിറത്തിൽ കാണുന്ന അങ്ങും ഇങ്ങും കാണുന്ന കുറച്ച് കോശങ്ങൾ എന്ന് പറയുന്നത് ആൽഫ സെൽസ് ആണ്. അപ്പോൾ 1 ആൽഫ സെൽസ്, 2 ബീറ്റ സെൽസ്. ഇതാണ് നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഡസ് ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 കൺട്രോൾ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇതിൽ 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എങ്ങനെയാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത്? അപ്പം നമുക്കറിയാം 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കോശങ്ങൾ ആൽഫ കോശങ്ങളാണ്. ഈ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ. അപ്പൊ ഗ്ലൂക്കഗോൺ എങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളുടെ ഗ്ലൂക്കോസ് നില അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴേക്ക് പോകുകയാണെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഹോർമോണാണ്
ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ ഫാസ്റ്റിംഗ്, രാത്രി മുഴുവനും ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് രാവിലെ കഴിക്കാതെ പോയി ടെസ്റ്റ് ചെയ്യുന്ന, അതിനാണ് നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 70-110 മില്ലിഗ്രാം പെർ 100 ml എന്നുള്ളതാണ്. അപ്പൊ ആ ലെവൽ, ഈ 70 എന്ന് പറയുന്ന ലെവൽ താഴേക്ക് പോയാൽ അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹോർമോൺ ആക്ട്സ് only upon target cells. Why? ഹോർമോണുകൾ എല്ലായ്പ്പോഴും ലക്ഷ്യകലകളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? അതായത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ധാരാളം അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. ഓരോ ഗ്രന്ഥിയും ഒന്നോ അതിൽ കൂടുതലോ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹോർമോണുകളെല്ലാം രക്തത്തിലേക്കാണ് വന്നു ചേരുന്നത്. രക്തമാണ് ഇതിനെ വഹിച്ചുകൊണ്ട് മറ്റ് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഓരോ ഹോർമോണിനും പ്രവർത്തിക്കേണ്ട ഒരു പ്രത്യേക കലയുണ്ടാവും ശരീരത്തിൽ. അതിനെയാണ് ലക്ഷ്യകല അല്ലെങ്കിൽ ടാർഗറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് കൃത്യമായി ഒരു ഹോർമോൺ അതിന്റെ ലക്ഷ്യകലയിൽ തന്നെ എത്തിച്ചേർന്ന് പ്രവർത്തിക്കുന്നത്? അത് നിങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഓരോ ലക്ഷ്യകലയിലും ഈ ഹോർമോണുകളെ സ്വീകരിക്കാൻ ഒരു റിസപ്റ്റർ ഉണ്ടാവും. ഹോർമോൺ റിസപ്റ്റർ, ഹോർമോൺ ഗ്രാഹി. അപ്പോ ഒരു കോശത്തിലുള്ള ഹോർമോൺ ഗ്രാഹിക്ക് ഒരു പ്രത്യേക ഹോർമോണിനെ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. അപ്പോ ആ റിസപ്റ്റർ ആ പ്രത്യേക ഹോർമോണിനോട് മാത്രമേ ചേരുകയുള്ളൂ. അങ്ങനെ ഈ ടാർഗറ്റ് ടിഷ്യൂസിലുള്ള ഹോർമോൺ റിസപ്റ്ററും ഈ ഹോർമോണും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ഗ്രാഹി ഹോർമോൺ സംയുക്തം ഉണ്ടാകും. അപ്പോഴാണ് ഈ ഹോർമോൺ പ്രവർത്തന സജ്ജമാകുന്നത്. അപ്പൊ ഈ പ്രത്യേക ഹോർമോൺ റിസപ്റ്റർ ഓരോ കലകളിലും ഉള്ളത് കൊണ്ടാണ് കൃത്യമായും ഹോർമോൺസ് ലക്ഷ്യകലകളിൽ തന്നെ എത്തിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്.